എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ മെഷീൻ ഗ്ലൂക്കോമീറ്റർ ടെസ്റ്റിങ്ങിനെ കുറിച്ച് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കോമീറ്റർ നമ്മൾക്ക് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഒരു 3 മാസത്തിൽ പോയി HbA1c ഫാസ്റ്റിംഗ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് HbA1c നമുക്കൊരു ജനറൽ ഐഡിയ തരുമെങ്കിലും ഫാസ്റ്റിംഗ് നമ്മൾ ഹൈ ആണെന്നൊക്കെ പറഞ്ഞ് വിഷമിക്കും. പക്ഷേ നമ്മുടെ ജനറലായിട്ട് നമ്മുടെ ഫാസ്റ്റിംഗ് എത്രയാണ് എന്ന് നമ്മൾ അറിയത്തില്ല. അപ്പോൾ പിന്നെ അതൊക്കെ വേണ്ടാന്ന് വെക്കാം. നമുക്ക് ആകെ ആ ഫാസ്റ്റിങ്ങും ഇത് എടുക്കാം, ഫാസ്റ്റിങ്ങിനെ അധികം പരിഗണിക്കാതിരിക്കാം. പക്ഷേ HbA1c കറക്റ്റ് ആണെങ്കിൽ അങ്ങനെ പോകാം. പക്ഷേ ചില സമയത്ത് HbA1c തെറ്റായിരിക്കും. ലോ ആണെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ നല്ലതാകണം എന്നില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ മെഷീൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം എന്നെപ്പോലെ മരുന്നില്ലാതെയോ അല്ലെ മരുന്ന് വെച്ചുകൊണ്ട് അത് കുറയ്ക്കാനുള്ള ശ്രമത്തിലോ നമ്മൾ ഭക്ഷണമോ ലൈഫ് സ്റ്റൈലോ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്ലൂക്കോസ് ലെവല് മാറും. അപ്പോൾ ആ മാറുന്ന ലെവല് നമുക്ക് ഡേഞ്ചറസ് ആണോ അല്ലയോ എന്നറിയാൻ നമുക്ക് മെഷീൻ്റെ ആവശ്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്ക് ക്ഷീണം വരികയോ അല്ലെങ്കിൽ വിയർപ്പ് വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളിത് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനാണ് മെഷീൻ്റെ ആവശ്യം. ഒരു മെഷീൻ ശരിയായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ആയിട്ടിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മെഷീൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. നോട്ട് ഇനഫ് ബ്ലഡ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം ഒരു മെഷീനിനകത്ത് 2 മെഷീൻ വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ 2 മെഷീൻ വെച്ച് ചെയ്യുമ്പോൾ ആദ്യം ഈ മെഷീൻ്റെ സ്ട്രിപ്പിൻ്റെ ബ്ലഡ് അപ്ലൈ ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് ബ്ലഡ് വലിച്ചെടുക്കും. അപ്പം അങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞ് ബാക്കിയുള്ള ഒരുമാതിരി ലിക്വിഡി ആയിട്ടുള്ള ഒരു സൊല്യൂഷന്, ഒരു ഫ്ലൂയിഡാണ്. പിന്നെ ഇത് പോയി കഴിഞ്ഞാലുള്ള ബ്ലഡ് ആദ്യം എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ ഇച്ചിരി നനവ് കാണും. ആ നനവിന് ഒരു കോൺസെൻട്രേഷൻ ഇല്ലാത്ത പോലെ ഇച്ചിരി വെളുത്തൊക്കെ ഇരിക്കും. അതാണ് ഞാൻ ആദ്യം 2ാമത്തെ മെഷീനിൽ വെച്ചത്. അധികം ബ്ലഡ് ഇല്ലാതെ എടുത്തിട്ട് 2ാമത്തെ മെഷീനിൽ വെച്ചത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് തെറ്റായിരുന്നു. ഇതുപോലെ പല മിസ്റ്റേക്സ് കൊണ്ട് നമ്മുടെ റിസൾട്ട്സ് തെറ്റാകും. ആ റിസൾട്ട്സൊക്കെ എന്തുകൊണ്ട് തെറ്റാകും എന്നുള്ളത് ഈ വീഡിയോ കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഈ എന്തൊക്കെ എറേഴ്സ് നമുക്ക് വരാം എന്നുള്ളത് ഇപ്പോൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നും അതിൻ്റെ കൂട്ടത്തിൽ ഒരു എററും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എറർ എന്താണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെയും കുത്തി കാണിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. കണ്ടിട്ട് ഉപകാരമാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻ്റ് ഒക്കെ ചെയ്യണം. എന്തെങ്കിലും ഒരു റെസ്പോൺസ് കിട്ടിയാലേ എനിക്കിത് പറയാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആവുകയുള്ളൂ. അപ്പോൾ വീഡിയോ കാണുക. ടെസ്റ്റ് ചെയ്യാൻ നേരം ആദ്യം ചെയ്യേണ്ടത് കൈകൾ സോപ്പിട്ട് വൃത്തിയായിട്ട് കഴുകി, സോപ്പെല്ലാം പോയെന്ന് ഉറപ്പുവരുത്തി വൃത്തിയായിട്ടൊരു ടവൽ കൊണ്ട് തുടച്ച് ഉണക്കണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ കയ്യിലുള്ള വല്ല ക്രീമുകളോ നമ്മൾ രാവിലെ തൊട്ട പല സാധനങ്ങൾ അതൊക്കെ കയ്യിൽ കാണും. രാത്രിയിലല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് ക്രീം ഇട്ട് കിടന്നു, അല്ലെങ്കിൽ മുഖത്ത് എന്തെങ്കിലും തേച്ചു, കാലിൽ എന്തെങ്കിലും തേച്ചു, അതിൻ്റെ അംശങ്ങളൊക്കെ കാണും. അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി കളഞ്ഞിട്ട് വേണം നമ്മൾ ഇത് തുടങ്ങാൻ. നമ്മൾ ലാബിൽ പോയി ബ്ലഡ് എടുക്കുമ്പോൾ സൂചി അകത്തേക്ക് കയറ്റി അകത്ത് നിന്നുള്ള ബ്ലഡാണ് അവരെടുക്കുന്നത്. ഇത് നമ്മൾ കുത്തി പങ്ക്ചർ ചെയ്ത് ഇവിടെ വരുന്ന ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡ്, ഈ സർഫസിൽ വന്ന ബ്ലഡാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ സർഫസിൽ എന്തെങ്കിലും കണ്ടാമിനൻ്റ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വേറെ സാധനങ്ങളുണ്ടെങ്കിൽ അത് ഇതിനെ എഫക്റ്റ് ചെയ്യും. 2ാമത് ചെയ്യേണ്ടത് ഈ സാധനം, അതായത് ലാൻസെറ്റ്, ഈ ഡിവൈസ് റെഡിയാക്കുക. ഇതിൽ പഴയ നീഡിൽ മാറ്റുക, പുതിയ നീഡിൽ വെക്കുക. ഈ പുതിയ നീഡിൽ വെച്ചാലേ നമുക്ക് വേഗം ഇത് പങ്ക്ചറിങ് ശരിയായിട്ട് വരുള്ളൂ. പിന്നെ ഇൻഫെക്ഷനൊക്കെ വരാതെ ഇരിക്കാനും സഹായിക്കും. പഴയ നീഡിൽ ഡിസ്പോസ് ചെയ്യണം. പുതിയ നീഡിൽ നമ്മൾ വെച്ചാൽ നമുക്ക് വലിയ വേദന ഇല്ലാതെ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാം. പഴയ നീഡിലുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അത് ബ്ലണ്ട് ആകുകയും നമുക്ക് വേദന കൂടുകയും ചെയ്യും. പിന്നെ ഇവിടെ നമുക്കറിയാം, ഈ ഓരോ മെഷീനിലും ഇങ്ങനെ പല നമ്പേഴ്സുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ക്യാപ്പ് വെക്കട്ടെ. ഇത് വെറുതെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി.
അപ്പോൾ ഈ നമ്പേഴ്സ് അനുസരിച്ചിരിക്കും ഇതിൻ്റെ ആ കുത്തിൻ്റെ ടഫ്നെസ്. നമ്മളിത് കുറച്ച് വെച്ചാൽ ചെറുതായിട്ടേ കുത്തുകയുള്ളൂ, കൂട്ടി വെച്ചാൽ വളരെ ഹാർഡായിട്ടുള്ള പങ്ക്ചറിങ്ങാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളുടെ കൈക്കൊക്കെയുള്ള ആ ലെവൽ നമുക്കറിയാം. അതനുസരിച്ച് ഇപ്പോൾ ഒരു പ്രാവശ്യം അത് വളരെ ഹാർഡാണെന്ന് തോന്നിയാൽ അടുത്ത പ്രാവശ്യം ആ നമ്പർ അഡ്ജസ്റ്റ് ചെയ്ത് വളരെ അധികം കുത്തി എന്ന് തോന്നിയാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനാണ് ഈ ഭാഗം. ഇതിങ്ങനെ തിരിച്ചാൽ നമുക്ക് നമ്മുടെ പങ്ക്ചറിങ്ങിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതകത്ത് വെക്കട്ടെ, ഇതൊക്കെ വിലയുണ്ടല്ലോ. എനിക്ക് 2 മെഷീനുണ്ട്. ഒന്ന് ഈ കോണ്ടൂർ പ്ലസ് എന്ന് പറയുന്നത് ബേയറിൻ്റെയാണ്. ഇത് വളരെ ആക്യുറേറ്റ് ആണെന്നാണ് പറയുന്നത്. രണ്ടാമത് ഈ അലേറെ G1. ഇത് ഞാൻ വാങ്ങിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെസ്റ്റ് സ്ട്രിപ്സ്. ഇത് ശരിക്ക് ഹോസ്പിറ്റൽസിന് വേണ്ടി കൊറിയയിലുണ്ടാക്കി സപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷേ ഒരു ജർമ്മൻ കമ്പനിയാണ്. ഒരുപാട് എക്വിപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന വലിയ കമ്പനിയുടെയാണ് അലേറെ G1. ഇവിടെ ആരും കേട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ വാങ്ങിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ 50 സ്ട്രിപ്പുള്ള വയലേ കിട്ടുകയുള്ളൂ. നമ്മൾ ഒന്നിച്ച് ഒരു പാക്കറ്റായിട്ട് വാങ്ങിച്ചാൽ 100 സ്ട്രിപ്പ് നമ്മൾ വാങ്ങിക്കേണ്ടി വരും. പക്ഷേ ഇതിന് 100 സ്ട്രിപ്പിന് 800 രൂപയേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ട്രിപ്പിന് 8 രൂപയേ വരുന്നുള്ളൂ. ഇതാണെങ്കിൽ ഒരു സ്ട്രിപ്പിന് 20 രൂപ വരും. പിന്നെ ആദ്യം ഞാൻ ഉപയോഗിച്ചിരുന്നത് 1 ടച്ചാണ്. അതിനൊക്കെ 1 ടച്ച് അൾട്രായ്ക്കൊക്കെ 24 രൂപയൊക്കെ ഒരു സ്ട്രിപ്പിന് ഇന്ത്യയിൽ വിലയുണ്ട്. അപ്പോൾ ഞാൻ പല പ്രാവശ്യം ചെക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്കിതാണ് ഏറ്റവും ഉപകാരം. അപ്പോൾ ഞാൻ എന്തിനാണ് ഇത് വാങ്ങിച്ചത്? നമ്മൾക്ക് ഇത് വാങ്ങിച്ചാൽ എനിക്ക് കൗണ്ടർ ചെക്ക് ചെയ്യാം. ഇതാണ് ഏറ്റവും ആക്യുറേറ്റ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്തു, പിന്നെ നമ്മൾ പുതിയ നീഡിൽ ഫിക്സ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് സ്ട്രിപ്പ് ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സ്ട്രിപ്പ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രിപ്പിൻ്റെ ബോക്സ് നോക്കണം. സ്ട്രിപ്പിൻ്റെ ബോക്സ് നല്ല ടൈറ്റായിട്ട് അടഞ്ഞ് ഓരോ പ്രാവശ്യം സ്ട്രിപ്പ് എടുത്താൽ ഉടനെ ഇത് അടച്ചു വെക്കണം. രണ്ടാമത്തെ കാര്യം, തുറന്നു കഴിഞ്ഞാൽ ഇവർ പറയും ഇത്ര കാലമേ ഉപയോഗിക്കാവൂ. ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇവിടെ ഉണ്ട്, അത് നമ്മൾ നോക്കണം. എക്സ്പയറി ഡേറ്റ് നോക്കുമ്പോൾ ഇത് 2023 to 5 എന്ന് എഴുതിയിട്ടുണ്ട്. 23 തൊട്ട് 25 വരെ ഉള്ള സമയം കൊണ്ട് ഇത് എക്സ്പയർ ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് അസെൻഷ്യ എന്ന് പറയുന്ന ആളുകളാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് 2000, ഇപ്പോൾ ഞാൻ പുതിയ സ്ട്രിപ്പാണ്, 2023 തൊട്ട് അതിൻ്റെ ഡിക്ലൈൻ തുടങ്ങും എന്നാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വളരെ ക്ലിയറായിട്ട് എക്സ്പയറി ഡേറ്റ് പറയുന്നുണ്ട്. ഇത് 24 മന്ത്സാണ്. 2023-09 ഇത് സെപ്റ്റംബർ 23 എക്സ്പയർ ചെയ്യും. അപ്പം നമ്മൾ എക്സ്പയറി ഡേറ്റ് നോക്കി മനസ്സിലാക്കണം, അതിനകത്ത് തന്നെ ഉപയോഗിക്കണം. പിന്നെ ചിലതിൽ ഈ കോഡ്സ് ഉണ്ട്, 72. ഇതിന് കോഡിംഗ് ഉണ്ട്, കോഡിംഗ് ഇല്ലാത്ത മെഷീനുണ്ട്. അപ്പോൾ ഈ 72 കോഡുള്ളതാണ് ഇന്ത്യയിൽ അവർ വിൽക്കുന്നത്. ഇത് 72ൻ്റെ കോഡ് ചെയ്തു വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഇന്ത്യയിൽ കിട്ടുന്ന മെഷീനും ഇന്ത്യയിൽ കിട്ടുന്ന സ്ട്രിപ്പും 72 ആണ്. അപ്പോൾ നമുക്ക് ഈ സ്ട്രിപ്പ് നമ്മൾ കോഡിംഗ് ഒന്നും ചെയ്യാതെ ഇതിനകത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. എക്സ്പയറി ഡേറ്റ് നോക്കണം. എപ്പോഴും തുറന്നു കഴിഞ്ഞാൽ ഉടനെ ടൈറ്റായിട്ട് അടയ്ക്കണം. പിന്നെ തുറന്നു കഴിഞ്ഞാൽ എത്ര കാലം ഉപയോഗിക്കാം ഇതിൽ എഴുതിയിട്ടുണ്ട് 4 മന്ത്സ്. ഇത് ഒന്ന് തുറന്നാൽ പിന്നെ 4 മാസത്തിനകം ഉപയോഗിച്ച് തീർന്നില്ലെങ്കിൽ ഈ സ്ട്രിപ്പിൻ്റെ റിസൾട്ട് ശരിയായിരിക്കില്ല. അപ്പം ഇതിൽ 50 സ്ട്രിപ്പ് ഉണ്ടെന്ന് ഓർക്കണം. ഈ 50 സ്ട്രിപ്പ് 4 മാസത്തിനകം ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഇത് അവർ ആശുപത്രികൾക്ക് എന്ന് പറയുന്നത്. സാധാരണ മനുഷ്യരത് ചെയ്യുകയില്ല, 50 സ്ട്രിപ്പ് 4 മാസം കൊണ്ട് ഉപയോഗിക്കുകയില്ല. ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഞാനിത് വാങ്ങിക്കുന്നത്, ചീപ്പറായതുകൊണ്ട്. അപ്പോൾ അത് തുറന്ന ഡേറ്റ് നമ്മളിതിൽ എഴുതി വെക്കണം, തുറക്കുന്ന ഡേറ്റ്. ഇപ്പം ഞാനിത് മാർച്ച് 25 തുറന്നെങ്കിൽ 25/3 എന്നിതിൽ എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് 4 മാസത്തിനകം ഇത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ റിസൾട്ട്സ് തെറ്റായിട്ട് വരും. അതുപോലെ തന്നെ ഇതും തുറന്നു കഴിഞ്ഞാൽ 1 മാസമാണോ 4 മാസമാണോ ഇതിൻ്റെ കൂടെ വരുന്ന ബോക്സിലൊരു പാംഫ്ലെറ്റ് ഉണ്ട്, അത് നോക്കി വായിച്ച് മനസ്സിലാക്കണം. എപ്പോഴും തുറന്ന ഉടനെ അടയ്ക്കണം. ആദ്യമായിട്ട് തുറക്കുന്ന ഡേറ്റ് ഇതിൽ നോട്ട് ചെയ്ത് വെക്കണം. വാലിഡിറ്റി പീരിയഡിൽ സ്ട്രിപ്പ് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് സ്ട്രിപ്പ് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഈ സ്ട്രിപ്പ് ഇത് ഗോൾഡാണ്, ഗോൾഡുള്ള ഒരു സ്ട്രിപ്പാണിത്. റിയൽ ഗോൾഡാണെന്നാണ് അവർ പറയുന്നത്. ഇത് ഇവിടെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതിൽ
ഇത് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഈ ബ്ലഡ് ഇടാനായി ഡ്രോപ്പ് അപ്ലൈ ചെയ്യാൻ പറയും. ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് ഈ സൈഡിലാണ്. ഇവിടെ കാണുന്നുണ്ടല്ലോ, ഈ സൈഡിൽ ഒരു ചാനലുണ്ട്. ഈ ചാനലിൽ കൂടെയാണ് ബ്ലഡ് അകത്തോട്ട് പോകുന്നത്. രണ്ടും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിങ്ങനെ ഒരു ഗ്രേ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എല്ലാം ഓണാകും. ഇതിൻ്റെ ബ്ലഡ് അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇത് വേറൊരു തരത്തിലുള്ള മെഷീനാണ്. രണ്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മെഷീൻസാണ്. അപ്പോൾ നമുക്ക് പങ്ക്ചർ ചെയ്യാം. പങ്ക്ചർ ചെയ്യുമ്പോൾ എപ്പോഴും സൈഡിൽ ചെയ്യാനാണ് ശ്രദ്ധിക്കാൻ അവർ പറയുന്നത്. ഇവിടെ നമുക്ക് കൂടുതൽ നെർവ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചെയ്താൽ നമുക്ക് കൂടുതൽ വേദന എടുക്കും. അതുമാത്രമല്ല, ഈ ഭാഗം, വിരലിൻ്റെ ഈ ഭാഗം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഭാഗമാണ്. നമ്മൾ വല്ലതും പിക്കപ്പ് ചെയ്യാനും എല്ലാം ഉപയോഗിക്കുന്ന ഭാഗമായതുകൊണ്ട് അവിടെ വേദനയോ മുറിവുകളോ ഉള്ളത് നമുക്ക് നല്ലതല്ല. അപ്പം നമ്മളെപ്പോഴും ഈ ഭാഗത്തേക്ക് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇച്ചിരി കൂടുതലായിരുന്നു ശരിക്കും കുത്തിയത്. ഇതിലാദ്യം അപ്ലൈ ചെയ്യാണ്. കാണാമല്ലോ. കറക്റ്റായിട്ട് ബ്ലഡ് ഇല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് ശരിക്കും കിട്ടുകയില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ബ്ലഡ് കാണണം. ഇതിൽ 125ഉം ഇതിൽ 149ഉമാണ് കാണിക്കുന്നത്. വേരിയേഷൻ വരും ഒരു മീറ്ററിൽ എന്ന് പറയുന്നു. നമ്മൾ ലാബ് റിസൾട്ടും ഈ റിസൾട്ടും തമ്മിൽ 20% വരെ വ്യത്യാസം വരാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ രണ്ട് മെഷീനുകൾ തമ്മിലും വ്യത്യാസം വരാം. അതിന് കാരണം ഓരോന്നിൻ്റെയും മെഷർമെൻറ്റ് വേറെ രീതിയിലാണ് ചെയ്യുന്നത്. ഇത് വളരെ ആക്യുറേറ്റ് ആണെന്നാണ് വെപ്പ്. ഇതും വളരെ ആക്യുറേറ്റ് ആണ് എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇത്രയും വലിയ ഒരു ഡിഫറൻസ് കണ്ടു. ഓഫ് ചെയ്തു. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ, സംശയം കൊണ്ടാണ്, ഒരു പ്രാവശ്യം കൂടെ നോക്കാം. നമ്മൾ ഈ സ്ട്രിപ്പ് കയറ്റി വെക്കുന്ന, ഇത് ഞാൻ തുറന്നിട്ട് കുറച്ച് ദിവസമായി. സ്ട്രിപ്പ് കയറ്റി വെക്കുന്നതിൻ്റെ ഇത് കറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അത് ഓൺ ആകുള്ളൂ. രണ്ടാമത് ഇത് തന്നെ ഉപയോഗിക്കുകയാണ്. ഇത് 155, 146. ഇത് ആയിരിക്കാം 145 ആയിരുന്നല്ലോ മുമ്പേ, 146 ഇതായിരിക്കാം ശരി. എൻ്റെ ആദ്യത്തെ സ്ട്രിപ്പ് എന്തുകൊണ്ടാണ് ശരിയായിട്ട് റീഡ് ചെയ്യാഞ്ഞത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുപോലെയുള്ള ചില ഡിഫറൻസസ് നമ്മൾ ഈ മെഷീനുകൾ യൂസ് ചെയ്യുമ്പോൾ കാണും. ഇതിപ്പോൾ റാൻഡം ചെക്കിംഗ് ആണ്. ഞാൻ ഭക്ഷണം കഴിച്ചോ കഴിക്കാതെയോ എന്ന് പറയാൻ ഉള്ള ഒരു ഇതില്ല. അപ്പോൾ ഇത് 155ഉം ഇത് 146. ഒരു പക്ഷേ ഞാൻ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്തത് കൊണ്ടാവാം ആദ്യത്തെ പ്രാവശ്യം ഇവിടെ ഡിഫറൻസ് വന്നത്. അതുകൊണ്ട് ഇതിലാദ്യമായിട്ട് തന്നെ നിങ്ങൾ കണ്ടല്ലോ, ആദ്യം ഞാനിത് പങ്ക്ചർ ചെയ്ത് ഇതിൽ ബ്ലഡ് വെച്ചു. അപ്പോൾ ഈ സ്ട്രിപ്പ് ഇത് വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന അല്പം ഇതാണ് ഞാൻ പിന്നെ ഇതിൽ വെച്ചത്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. $145. അപ്പം ഏതാണ്ട് 150ഉം 140 ഇതെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ആദ്യത്തെ പ്രാവശ്യത്തെ എൻ്റെ ടെസ്റ്റിങ്ങിൻ്റെ തെറ്റ്, അതായത് ഞാൻ ഇതിൽ വെച്ചു പിന്നെ ഇതിൽ വെച്ചു അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ സഫീഷ്യൻ്റായിട്ട് ബ്ലഡ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരുമാതിരി ഡൈല്യൂട്ടഡായി, അതിനകത്തെ ചുമപ്പൊക്കെ പോയി ഒരു വെള്ളം പോലെ ആയ ബ്ലഡാണ് ഞാൻ പിന്നെ ആദ്യത്തെ പ്രാവശ്യം ഇതിൽ വെച്ചത്. അപ്പോൾ ഇത് ടെസ്റ്റിംഗ് എറേഴ്സിൻ്റെ ഒരു വിധമാണ്. ടെസ്റ്റിങ്ങിൽ നമുക്ക് എന്തൊക്കെ തെറ്റ് പറ്റാം. ഞാൻ ഒരു മെഷീനിൽ ടെസ്റ്റ് ചെയ്താൽ മതി അറ്റ് എ ടൈം, 2 മെഷീനിലൊന്നും ചെയ്യണ്ട. പക്ഷേ ഇതുപോലെ ഒരു പ്രാവശ്യം രക്തം ഒഴിച്ചിട്ട് തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ തള്ളി ഞെക്കി രക്തം എടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാതെ നമ്മൾ ആദ്യം തന്നെ കുത്തിയിട്ട് പ്രിക്ക് ചെയ്തിട്ട് ആ വരുന്ന രക്തം എടുത്ത് ഇതിൽ വെക്കണം. അപ്പോൾ കറക്റ്റായിട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് ടെസ്റ്റ് കറക്റ്റായിട്ട് റിസൾട്ട് വരികയുള്ളൂ. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് തെറ്റുകൾ വരാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്. വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ പറയും. അപ്പോൾ തൽക്കാലം വിരമിക്കട്ടെ. നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്താലും അതിൽ എറേഴ്സ് വരാം. നമ്മുടെ ടെസ്റ്റും നമ്മുടെ ലാബ് ടെസ്റ്റും തമ്മിലുള്ള റിസൾട്ടിൽ വ്യത്യാസം വരാം. അതിൻ്റെയൊക്കെ കാരണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം.